ലോക ചാമ്പ്യന്മാർ എന്ന് നമ്മൾ അഭിമാനത്തോടെ വിളിച്ച അതേ ടീം ഇന്ത്യ ഇന്നൊരു ലോക ദുരന്തമായി മാറിക്കഴിഞ്ഞു. മാസങ്ങൾക്ക് മുമ്പ് നടന്ന T20 ലോകകപ്പിൽ കിരീടമുയർത്തി ലോകത്തിന്റെ നെറുകയിൽ നിന്ന അതേ ടീം ഇന്ന് ചെറിയ ടീമുകൾക്ക് മുന്നിൽ പോലും മുട്ടുകുത്തി നിൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. വെറും 2 മാസങ്ങൾക്കുള്ളിൽ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന് എന്ത് സംഭവിച്ചു എന്നത് ഏവരുടെയും ഉള്ളിൽ ഉയരുന്ന വലിയൊരു ചോദ്യമാണ്. ലോകകപ്പിലെ ആ വിജയരഹസ്യം എവിടെ പോയി? സൂര്യകുമാർ യാദവിനെ നായകസ്ഥാനത്ത് നിന്ന് മാറ്റിയതാണോ ഇത്ര വലിയൊരു പതനത്തിലേക്ക് ടീമിനെ നയിച്ചത്? അതോ ഓപ്പണിംഗ് കോമ്പിനേഷനിൽ വരുത്തിയ അനാവശ്യമായ മാറ്റങ്ങളാണോ ഈ തകർച്ചയ്ക്ക് കാരണം? ഇതിനെല്ലാം പിന്നിൽ ആരും പറയാത്ത ഒട്ടേറെ സത്യങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട്. T20 ക്രിക്കറ്റിലെ ലോക ചാമ്പ്യന്മാരിൽ നിന്നും ഏതാനും മാസങ്ങൾ കൊണ്ട് തന്നെ ഒരു ലോക ദുരന്തമായി മാറുന്ന അവസ്ഥയിലേക്ക് ടീം ഇന്ത്യ എത്തിച്ചേർന്നിരിക്കുന്നു. മാർച്ചിൽ നടന്ന ICC T20 ലോകകപ്പിൽ കിരീടം ചൂടിയതിനു പിന്നാലെ ജൂലൈ പകുതിയോടെ തുടർച്ചയായ 2 പരമ്പരകളാണ് ഇന്ത്യ കൈവിട്ടത്. നേരത്തെ ഒരു ഫോർമാറ്റിലും ഇന്ത്യയോട് തോൽവി അറിഞ്ഞിട്ടില്ലാത്ത അയർലൻഡ് പോലും ഇന്ത്യയെ 0 മുതൽ 2 വരെ എന്ന നിലയിൽ തകർത്തു. പിന്നാലെ ഇംഗ്ലണ്ടിനെതിരായ പരമ്പരയിലും വൈറ്റ് വാഷ് നേരിടേണ്ട അവസ്ഥയിലാണ് ടീം. 5 മത്സരങ്ങളുള്ള പരമ്പരയിലെ ആദ്യ മത്സരം ഉപേക്ഷിക്കപ്പെട്ടപ്പോൾ ശേഷിച്ച 3 എണ്ണത്തിലും തോറ്റതോടെ പരമ്പര ഇന്ത്യക്ക് നഷ്ടമായി. ആർക്കും എളുപ്പത്തിൽ തോൽപ്പിക്കാവുന്ന ടീമായി ഇന്ത്യ എങ്ങനെ അധപ്പതിച്ചു എന്നത് വലിയൊരു ചോദ്യമാണ്. ഇതിന് പിന്നിലെ കാരണങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട്. ഇന്ത്യൻ ടീമിന്റെ ഈ തകർച്ചയ്ക്ക് പിന്നിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം മുൻ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവിനെ നായകസ്ഥാനത്തുനിന്ന് ഒഴിവാക്കിയതാണ്. ലോകകപ്പ് നേടിക്കൊടുത്ത ശേഷം തൊട്ടടുത്ത പരമ്പരയിൽ അദ്ദേഹത്തെ മാറ്റിയത് വലിയൊരു അബദ്ധമായിരുന്നു. ടീമിലെ മുഴുവൻ കളിക്കാരെയും ഒരുപോലെ കാണുകയും അവർക്ക് മികച്ച പിന്തുണ നൽകുകയും ചെയ്തിരുന്ന കൂൾ ക്യാപ്റ്റനായിരുന്നു സൂര്യകുമാർ. 2024 ലോകകപ്പിന് ശേഷം അദ്ദേഹം നയിച്ച ഒരു T20 പരമ്പര പോലും ഇന്ത്യ തോറ്റിട്ടില്ലെന്നത് ശ്രദ്ധേയമായ കാര്യമാണ്. ബാറ്റിംഗിൽ ചിലപ്പോൾ ഫോമിലായിരുന്നിട്ടുകൂടി ടീമിനെ നയിക്കുന്നതിൽ അദ്ദേഹം മികവ് പുലർത്തിയിരുന്നു. ടീം മികച്ച വിജയങ്ങളുമായി മുന്നേറുമ്പോൾ വ്യക്തിഗത ഫോമിന്റെ പേരിൽ മാത്രം നായകനെ മാറ്റിയത് ഒരിക്കലും അംഗീകരിക്കാനാവില്ല. അതിനുള്ള വലിയ വിലയാണ് ഇപ്പോൾ ടീം നൽകിക്കൊണ്ടിരിക്കുന്നത്. സൂര്യകുമാർ യാദവിനെ മാറ്റിയതിന് പിന്നാലെ ഇന്ത്യ വരുത്തിയ മറ്റൊരു വലിയ തെറ്റാണ് ശ്രേയസ് അയ്യരെ നായകസ്ഥാനത്തേക്ക് കൊണ്ടുവന്നത്. കഴിഞ്ഞ 4 വർഷത്തോളമായി T20 ടീമിന്റെ പരിസരത്ത് പോലും ഇല്ലാത്ത ഒരു താരമാണ് ശ്രേയസ്. അതുകൊണ്ട് തന്നെ നിലവിലെ ഡ്രസ്സിംഗ് റൂമിലെ അന്തരീക്ഷത്തെക്കുറിച്ച് അദ്ദേഹത്തിന് വ്യക്തമായ ധാരണയുണ്ടാകാൻ വഴിയില്ല. ടീമിനൊപ്പം സഞ്ചരിക്കാത്ത ഒരാൾ പെട്ടെന്നൊരു ദിവസം ക്യാപ്റ്റനായി വന്നാൽ അത് ടീമിന്റെ പ്രവർത്തനത്തെ വലിയ രീതിയിൽ ബാധിക്കും. ഇപ്പോൾ സംഭവിക്കുന്നത് അതാണ്. ക്യാപ്റ്റന്റെ ചിന്തകൾ ഒരു വഴിക്കും ടീം മറ്റൊരു വഴിക്കുമാണ് സഞ്ചരിക്കുന്നത്. ക്യാപ്റ്റനും ടീമും ഒരേ ദിശയിൽ സഞ്ചരിച്ചാൽ മാത്രമേ വിജയം സാധ്യമാകൂ. ശ്രേയസിന് പകരം ഡ്രസ്സിംഗ് റൂമിലെ കാര്യങ്ങൾ നന്നായി അറിയാവുന്ന ആരെങ്കിലുമായിരുന്നു ആ സ്ഥാനത്ത് വരേണ്ടിയിരുന്നത്. ഒരുപക്ഷെ ഇതുകൊണ്ടായിരിക്കാം സഞ്ജു സാംസണിനെ കോച്ച് ഗൗതം ഗംഭീർ നായകസ്ഥാനത്തേക്ക് നിർദ്ദേശിച്ചത്. ഇന്ത്യൻ ടീമിന്റെ തകർച്ചയ്ക്ക് കാരണമായ മൂന്നാമത്തെ കാര്യം ഓപ്പണിംഗ് കോമ്പിനേഷനിൽ വരുത്തിയ അനാവശ്യ മാറ്റങ്ങളാണ്. T20 ടീമിനായി ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ച സഖ്യമായിരുന്നു അഭിഷേക് ശർമ്മ സഞ്ജു സാംസൺ ജോഡി. കഴിഞ്ഞ T20 ലോകകപ്പിൽ ഇന്ത്യയുടെ വിജയത്തിൽ ഇരുവരും നിർണായക പങ്കുവഹിച്ചിരുന്നു. എന്നാൽ ലോകകപ്പിന് ശേഷം വെറും 3 ഇന്നിംഗ്സുകൾ മാത്രം കളിച്ചതിന്റെ പേരിൽ സഞ്ജുവിനെ ടീമിൽ നിന്നും ഒഴിവാക്കി. അദ്ദേഹത്തിന് പകരം 15 വയസ്സ് മാത്രം പ്രായമുള്ള വൈഭവ് സൂര്യവംശിയെ ഓപ്പണറായി കൊണ്ടുവരികയാണുണ്ടായത്. അന്താരാഷ്ട്ര തലത്തിലൊന്നും തെളിയിക്കാത്ത ഒരു കൗമാരക്കാരനെ നേരിട്ട് സീനിയർ ടീമിൽ ഉൾപ്പെടുത്തിയത് വലിയൊരു പിഴവാണ്. T20 ലോകകപ്പിലെ പ്ലെയർ ഓഫ് ദ ടൂർണമെന്റായിരുന്ന സഞ്ജുവിനെ ഇത്തരം തീരുമാനങ്ങളിലൂടെ തഴഞ്ഞത് ടീമിന് വലിയ തിരിച്ചടിയായി മാറി. ആരാധകരുടെ ഹൃദയം തകർത്ത ഈ തീരുമാനങ്ങൾ തിരുത്താൻ BCCI തയ്യാറാകുമോ? ടീം ഇന്ത്യ വീണ്ടും പഴയ പ്രതാപത്തിലേക്ക് തിരിച്ചുവരുമോ? ഈ ചോദ്യങ്ങൾക്കെല്ലാമുള്ള ഉത്തരം വരാനിരിക്കുന്ന പരമ്പരകളിലുണ്ടാകും. ഇത്രയൊക്കെ സംഭവിച്ച സ്ഥിതിക്ക് ഇനി നമുക്ക് ആരാധകരായ നമ്മൾക്ക് ഒന്ന് ചിന്തിക്കാം. ലോക ചാമ്പ്യന്മാർ എന്ന പെരുമയിൽ നിന്ന് ഈയൊരു അധപ്പതനത്തിലേക്ക് ഇന്ത്യ കൂപ്പുകുത്തിയത് വെറും യാദൃശ്ചികം മാത്രമാണോ? അതോ BCCIയുടെയും സെലക്ടർമാരുടെയും തെറ്റായ തീരുമാനങ്ങളുടെ പരിണിതഫലം തന്നെയാണോ ഇത്? ടീമിനെ നയിക്കാൻ സൂര്യകുമാർ യാദവിനെ പോലെ ഒരാൾ ഉണ്ടായിരിക്കെ പെട്ടെന്നൊരു മാറ്റത്തിന്റെ ആവശ്യമുണ്ടായിരുന്നോ? അതോ സഞ്ജു സാംസണിനെ പോലെ ഫോമിലുള്ള ഒരു താരത്തെ വെറും 3 ഇന്നിംഗ്സുകളുടെ പേരിൽ തഴഞ്ഞത് ടീമിന്റെ ആത്മവിശ്വാസം തകർത്തു എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ്? സൂര്യകുമാർ യാദവിനെ ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്ന് മാറ്റിയത് ശരിയോ തെറ്റോ? സഞ്ജുവിനെ ടീമിൽ നിന്ന് ഒഴിവാക്കിയതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? അതോ 15 വയസ്സുകാരൻ വൈഭവ് സൂര്യവംശിയെപ്പോലെ പുതുമുഖങ്ങൾക്ക് അവസരം നൽകുന്നതാണോ ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ഭാവി? ആരെയാണ് അടുത്ത T20 മത്സരങ്ങളിൽ നിങ്ങൾ ക്യാപ്റ്റനായി കാണാൻ ആഗ്രഹിക്കുന്നത്? നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ക്രിക്കറ്റ് ലോകത്തെ പുതിയ വാർത്തകൾ വേഗത്തിൽ അറിയാൻ ഫാസ്റ്റ് ക്രിക്കറ്റ് മലയാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ പ്രിയപ്പെട്ട താരം ആരാണെന്ന് താഴെ കമന്റ് ചെയ്യൂ. പുതിയൊരു ക്രിക്കറ്റ് വാർത്തയുമായി അടുത്ത വീഡിയോയിൽ കാണാം.